अस्सलामु अलैकुम वरहमतुल्लाहि तआला वबरकातुहू। अल्हम्दुलिल्लाहि रब्बिल आलमीन। अस्सलातु वस्सलामु अला अशरफिल मुरसलीन व अला आलिहि व सहबिहिल फाइज़ीन बिरिज़ल्लाह अम्मा बअद। أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله المولان العلي العظيم. وقد قال نبينا وسيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم إن أول ما يحاسب العبد يوم القيامة من النعمة أن يقال له ألم نصح جسمك. صدق رسول الله الكريم وعليه وعلى آله وعلى أصحابه أفضل الصلوات وأزكى التسليم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ മഹത്തരമായിരിക്കുന്ന സംഗമത്തിന്റെ അധ്യക്ഷൻ, ഇവിടെ പ്രാസ്താവിക ഭാഷണം നടത്തിയ നമ്മുടെ കേന്ദ്ര ജുമാഅത്ത് മസ്ജിദിന്റെ ഖതീബ് ഷരീഫ് ദാരി ഉസ്താദ്, മറ്റു സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഉലമ ഉമറ നേതാക്കന്മാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനു മുഅ്മിനാത്തുകളെ, പരമകാരുണ്യനും കരുണാനിധിയും പരമാധിപതിയുമായ പടച്ചതമ്പുരാൻ നമ്മളേവരും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ സുഗാഡംബര കൊട്ടാരത്തിൽ അവന്റെ ഇഷ്ടദാസന്മാരോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമാന പാപങ്ങൾ ഈ വിശുദ്ധമായ മജ്ലിസിന്റെ ഹഖ് ജാ ബറക്കത്ത് കൊണ്ട് എല്ലാം അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലം അവൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായ അടിമകൾ അല്ലാഹു തആല നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് കൺമറഞ്ഞ് 6 അടി മണ്ണിന്റെ അകത്തളങ്ങളിൽ കഴിയുന്നവരുടെ ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമിൻ എന്ന ആമുഖമായിട്ട് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ബീച്ച് ബോയ്സ് നടത്തപ്പെടുന്ന ഏകദിന മതപ്രഭാഷണ സദസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം ഒരു സുദീർഘമായിരിക്കുന്ന ഒരു പ്രഭാഷണത്തിന് വേണ്ടിയല്ല എഴുന്നേറ്റ് നിന്നത്. എന്നിരുന്നാലും ഇൻഷാ അല്ലാഹ് ഒരു അല്പകാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ കാതോർത്ത് നിൽക്കുന്ന കേരളക്കര, കർണാടക എന്നല്ല ഇടീ ലോകമെമ്പാടും കേൾക്കാൻ കാതോർത്ത് നിൽക്കുന്ന ഹാഫിദ് സിറാജുദ്ദീൻ അൽ ഖാസിമി ഉസ്താദിന്റെ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ ഒരു സദസ്സിൽ അരങ്ങേറാൻ വേണ്ടി പോവാൻ. എന്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടിയവരല്ല എന്ന ഉത്തമ ബോധം എനിക്കുണ്ട്. എന്നിരുന്നാലും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഓരോരുത്തരുടെ മനസ്സിന്റെ അകത്തടത്ത് ഒരു ആഗ്രഹമുണ്ട്. ഈ ഭൂമി ലോകത്തൊരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം. എന്നിട്ട് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോ 40 ആളെങ്കിലും എന്നെ കുറിച്ച് നല്ലവനാണെന്ന് പറയണം എന്നുള്ളൊരു ആഗ്രഹം ഇരിക്കുന്ന എല്ലാ ഓരോരുത്തരുടെ മനസ്സിന്റെ അകത്തളത്തുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹമില്ലാത്ത ഒരാളുണ്ടാവില്ല. പക്ഷേ നമ്മൾ നല്ലവരാണെന്ന് നമ്മൾ എങ്ങനെ അറിയും? ഞാൻ തന്നെ സ്വന്തമായിട്ട് ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യന് കടന്നു വന്നിട്ട് അവിടുന്ന് പ്രവാചകരോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതു ബിഹി ദഖൽതുൽ ജന്ന.
സ്വർഗത്തിലോട്ട് പോകാൻ പറ്റുന്നൊരു അമൽ എനിക്ക് പരിചയപ്പെടുത്തി തരുമോ നബിയേ? സ്വർഗത്തിലോട്ട് പോകാൻ പറ്റുന്നൊരു അമല എനിക്ക് പറഞ്ഞു തരുമോ നബിയേ? എന്നല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തോട്ടൊരു മനുഷ്യനെ കടന്നു വരികയാ. എന്റെ പ്രിയമുള്ളവരെ, ഇതേ ചോദ്യമായിട്ട് അള്ളാന്റെ ഹബീബിന്റെ ചാരത്തേക്ക് പല ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. ആ ചോദ്യകർത്താവിനിക്ക് അനുസൃതമായിട്ടുള്ള മറുപടിയാണ് ലോകത്തിന്റെ ഹബീബ് നൽകിയതെങ്കിൽ ഈ മനുഷ്യനോട് അള്ളാന്റെ റസൂല് പറഞ്ഞു, കുൻ മുഹ്സിനാ, നീ ഒരു നന്മയുള്ള മനുഷ്യനായിട്ട് മാറുക, നീ ഒരു നല്ല മനുഷ്യനായിട്ട് മാറുക. ആ സമയത്ത് ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിച്ചു, കൈഫഅലമു അന്നീ മുഹ്സിനുനാ, നബിയേ ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ എങ്ങനെ അറിയും നബിയേ? എന്നല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, നമ്മൾ നല്ലവരാണെന്ന് നമ്മൾ എങ്ങനെ അറിയാനാ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നീ ഇവിടെ നിന്ന് നേരെ പോകേണ്ടതാ നിന്റെ അയൽപക്കത്ത് താമസിക്കുന്നവരുടെ ചാരത്തേക്കാ. അവരുടെ ചാരത്തേക്ക് ചെന്നിട്ട് നീ നിന്നെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ചോദിക്കണമാ. അവരെങ്ങാനും നിന്നെ കുറിച്ചിട്ടാ നീ നല്ലവനാണെന്ന് പറഞ്ഞ ഫഅന്ത മുഹ്സിനുന, നീ നന്മയുള്ളവനാണ്, നല്ലവനാ. എനെങ്ങാനും അവർ നിന്നെ കുറിച്ചിട്ടാ മോശമാണെന്ന് പറഞ്ഞ ഫഅന്ത മുസീഉന, നീ മോശമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോരെങ്കിലാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ നല്ലവരാണോ മോശമായവരാണെന്ന് തീരുമാനിക്കാ അത് നമുക്ക് അവകാശമില്ല. നമ്മളുമായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ആളുകളാ, അവരാണ് പറയേണ്ടത് നമ്മൾ നല്ലവരാണോ മോശമാണെന്ന് തീരുമാനിക്കേണ്ടതവരാ. അതുകൊണ്ട് പറഞ്ഞു വന്നതാ, ഒരാളെയും ജീവിതത്തിൽ നൊമ്പരപ്പെടുത്തല്ലേ, ഒരാളെയും പ്രയാസപ്പെടുത്തല്ലേ, ഒരാളെയും വേദനിപ്പിക്കല്ലേ. നിന്നെ കുറിച്ചിട്ട് ആളുകൾ നല്ലത് പറയണമെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന ഒരു മുസ്ലിമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിഞ്ഞെങ്കിലാ ഈ ലോകത്തുനിന്ന് നീ പിഴ പറഞ്ഞപ്പോ നിന്നെ കുറിച്ചിട്ട് ആളുകൾ പറയുമാ, ഇവൻ എത്ര നല്ല മനുഷ്യനാ, എത്ര നല്ല മനുഷ്യനാ. ആ ഒരു ടിക്കറ്റ് നിനക്ക് കിട്ടിയാ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോരെങ്കിലാ. എന്റെ പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ പാവപ്പെട്ടവരെ സഹായിക്കാ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ടാ. പടച്ചവനെ, ഒരു നേരത്തിന്റെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ പാവപ്പെട്ട ആളുകൾക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോ അവരുടെ കണ്ണുനീരൊന്നപ്പാ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ടാ. അങ്ങനെയുള്ള ജീവിതം നീ നയിച്ചു കഴിഞ്ഞാ മഹാനാര കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പടച്ച തമ്പുരാൻ അവിടെ നിന്ന് പറയുന്നു, യാ മൂസ മാദാ ഫഅൽത ലീ വലി അജലി, മൂസ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തോ, നിന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പടച്ച തമ്പുരാൻ അങ്ങ് ചോദിച്ചപ്പോ ഓ സമയത്ത് മഹാനാര മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവേ പടച്ചവനെ, സ്വല്ലൈതു ലക വസുംതു ലക വസബ്ബഹ്തു ലക, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ സുജൂദുകൾ സമർപ്പിച്ചതാ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ നിസ്കരിച്ചതാ, വസുംതു ലക, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ പട്ടിണി കിടന്നതാ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ നോമനുഷ്ഠിച്ചതാ, എന്ന് മാത്രമല്ല വസബ്ബഹ്തു ലക, നിനക്ക് വേണ്ടി ഞാൻ തസ്ബീഹുകൾ ചൊല്ലി എന്ന് അല്ലാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തപ്പോ അല്ലാഹു അവിടെ നിന്ന് പറയുകയാണ്, മൂസ ഇതൊക്കെ നിനക്ക് വേണ്ടിയല്ലേ നീ ചെയ്തത്. അസ്വലാത്തു സിറാത്തുന അസ്വലാത്തു അത് സിറാത്തുന ജവാസുൻ അല സിറാത്ത്, നീ നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ അത് നാളെ നിനക്ക് സിറാത്ത് പാലം വിട്ടുകിടക്കാനുള്ളതാ. അസ്സൗമു ജുന്നത്തു മിനന്നാർ, നീ അനുഷ്ഠിച്ച നോമ്പാ അത് നിന്നെ നാളെ നരകത്തിൽ നിന്ന് കാക്കാനുള്ളതാ, നരകത്തിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാനുള്ളതാ. വത്തസ്ബീഹു ദറജാതുന ഫിൽ ജന്നാ, നീ
ചൊല്ലിയ തസ്ബീഹുകളാ, അത് നാളെ സ്വർഗത്തിന്റെ പദവികൾക്കുള്ളതാ. എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് പടച്ച തമ്പുരാനങ്ങ് വീണ്ടും ചോദിക്കുമ്പോ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ഫബകാ ബുകാന ശദീദാ, വല്ലാത്ത കരച്ചിലങ്ങ് കരയുകയാ, വല്ലാത്ത പൊട്ടി അങ്ങ് കരയുകയാ. എന്നിട്ട് ചോദിക്കുന്നു ദുല്ലനി അലാ അമലിൻ സ്വാലിഹി, ഒരു സ്വാലിഹാര സൽക്കർമ്മം ഒന്ന് പറഞ്ഞു തരുമോ റബ്ബേ? ആ സമയത്ത് പടച്ച തമ്പുരാ അവിടുന്ന് പറഞ്ഞു കൊടുത്ത സ്വാലിഹാര അമലേതെന്നറിയോ? ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരെ, സ്വാലിഹാര സൽക്കർമ്മമായിട്ട് അല്ലാഹു തആല പരിചയപ്പെടുത്തി കൊടുത്ത അമലേതെന്നറിയോ? അവിടുന്ന് റബ്ബ് ചോദിക്കുകയാണ് ഒരു നേരത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി കട്ടപ്പെടുന്ന, ഒരു നേരത്തിന്റെ അന്നത്തിന് വേണ്ടി കട്ടപ്പെടുന്ന ആളുകളാ, അവരുടെ വേറെ നിറക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്ന് മാത്രമല്ല വസഖൈത അതുശാനാ, ദാഹിച്ചു നിൽക്കുന്നവന്റെ ദാഹമെന്നകറ്റാ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. വകസൗത ഉരിയാനാ, വസ്ത്രമില്ലാത്ത പാവപ്പെട്ട പട്ടിണി പാവങ്ങളാ ഈ ബംഗര നാട്ടിൽ. എത്രയോ പാവങ്ങളുണ്ട്, എത്രയോ പാവപ്പെട്ടവരെ തിങ്ങിപ്പാർക്കുന്ന ഈ ബംഗര നാട്ടിൽ ജീവിക്കുമ്പോ ഒരു കല്യാണത്തിന്റെ പേരില് വസ്ത്രങ്ങൾ കൊണ്ട് ഒരുമിച്ച് കൂട്ടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഒന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടോ? ഒരു പെരുന്നാൾ വരുമ്പോ 2-3 വസ്ത്രങ്ങൾ വാങ്ങുമ്പോ നിന്റെ അയൽപ്പക്കത്തുള്ള എത്രയോ പാവപ്പെട്ട പട്ടിണി പാവങ്ങളാ ഒരു പുതിയ വസ്ത്രമിടാ കൊതിച്ചിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്ന എത്രയോ പാവപ്പെട്ടവർ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞു വന്നതാ, അല്ലാഹു തആല പറയാ വകസൗത ഉരിയാനാ, നഗ്നന്മാരായിരിക്കുന്ന ആളുകൾക്കൊന്ന് വസ്ത്രം ധരിപ്പിക്കാൻ നിനക്ക് പറ്റിയോ? എന്നിട്ട് അവിടുന്ന് പറയുകയാണ് വനസർത്ത മദ്ലൂമാ, ആക്രമിക്കപ്പെട്ട ആളുകളൊന്ന് സഹായിക്കാ, പാവപ്പെട്ടവരൊന്ന് സഹായിക്കാ, അവരുടെ കണ്ണുനീരൊന്നൊപ്പോ നിനക്ക് ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? വഅക്റംത ആലിമാ, ആലിമീങ്ങളായിരിക്കുന്ന ഉസ്താദന്മാർ, പണ്ഡിതന്മാർ, അവരെ നീ ജീവിതത്തിൽ ആദരിച്ചുവോ, ബഹുമാനിച്ചുവോ? അതാ അമലുൻ സ്വാലിഹ്, അതാണ് സ്വാലിഹാര സൽക്കർമ്മമെന്ന് പടച്ച തമ്പുരാനെ പരിചയപ്പെടുത്തി പോരെങ്കിലാ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് സ്വന്തമായിട്ട് ഞാൻ നിസ്കരിച്ചോ, സ്വന്തമായി ഞാൻ നോമ്പ് നോക്കി, എന്റെ കാര്യം മാത്രം എന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. പാവപ്പെട്ടവന്റെ പ്രയാസങ്ങളില്, അവന്റെ നൊമ്പരങ്ങളില്, അവന്റെ വേദനകളില് ഞാനും നിങ്ങളും പങ്കാളികളാകണം. അപ്പോഴേ യഥാർത്ഥമായ മുസ്ലിം ആവുകയുള്ളൂ. നീ വേറെ നിറച്ച് ഭക്ഷണം കടിക്കുമ്പോ അപ്പുറത്തെ അയൽവാസി പട്ടിണിയാണെങ്കിൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച മതത്തിന്റെ ആളുകളാണ് നമ്മള്. അതുകൊണ്ട് പറഞ്ഞു വന്നത്, ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണമാ, ആളുകൾ നിന്നെ കുറിച്ചിട്ട് പറയണമാ അവൻ എത്ര നല്ല മനുഷ്യനാ, അവനെ പോലത്തെ ജീവിതം നയിക്കണമെന്ന്. പക്ഷേ ഇന്നിന്റെ കാലഘട്ടം ഒന്നെടുത്തു നോക്കിയ, ഇന്നത്തെ കാലഘട്ടത്തിലൊന്ന് നമ്മുടെ ജീവിതം ഒന്നെടുത്തു നോക്കിയ എങ്ങനെയുള്ള ജീവിതമാണ്? രാവിലെ എഴുന്നേൽക്കുന്നു, ഇത്തിരി പോകുന്ന മൊബൈലിനകത്ത് നമ്മൾ ഇങ്ങനെ ചെലവഴിക്കുകയാണ്. രാത്രി കിടക്കുമ്പോൾ മൊബൈൽ ഇങ്ങനെ നോക്കി, വ്ളോഗൊക്കെ നോക്കി, എൻ്റെ പെങ്ങന്മാരാണെങ്കിലും ഉമ്മമാരാണെങ്കിലും ഇന്ന് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ഇപ്പൊ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു അർത്ഥമില്ല. ആലോചിച്ച് നോക്കിയ, ഒരു നാൽക്കാല മൃഗത്തിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ജീവിതത്തിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കവി പറഞ്ഞിരുന്നോ ഒരു സത്യമാണ്, നഹാറൂക ബത്താലുന വലൈലൂക നായിമോ വഐശൂക യാ മിസ്കീനോ ഐശുൽ ബഹായിമീ. നഹാറൂക ബത്താലുന വലൈലൂക നായിമോ,
പകല് മുഴുവനും നീ ഒരു അലസനായിട്ട് നടന്നോ, രാത്രിയാകുമ്പോ നീ കിടന്നുറങ്ങി. ഇബാദത്ത് എടുക്കാനുള്ള ഒരു സമയം പോലും നിന്റെ ജീവിതത്തിലാ അള്ളാനെ ഓർക്കാൻ വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി സമയം കണ്ടെത്താ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എനിക്കും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ കൊറോണ വന്നത് മുതൽക്ക് ഈ മൊബൈൽ അഡിക്റ്റ് ആയ നമ്മളാ രാത്രി കിടക്കുമ്പോ പോലും മൊബൈൽ നോക്കിയിട്ട് നമ്മൾ കിടന്നുറങ്ങുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആ കവി പറയുകയാണ്, വൈശുകയാ മിസ്കീനോ ഐശുൽ ബഹായിമീ. ഓ മനുഷ്യ, നിന്റെ ജീവിതം നാൽക്കാലി മൃഗത്തിന്റെ ജീവിതം പോലെയാ. ആ കവി പറഞ്ഞെന്തോ ഒരു സത്യമാ. ആ ജീവിതത്തിന്റെ ഉടമകളായിട്ട് ഇന്ന് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണമാ, നമ്മളെ കാത്തു നിൽക്കുന്നത് പരാജയമാ. ഒരൊറ്റ ആയത്ത് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് ദറഅനാ ലിജഹന്നമ കതീറൻ മിനൽ ജിന്നി വൽ ഇൻസാ. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്ന് ഭൂരിഭാഗം ആളുകളെ പടച്ചത് ആളികത്തുന്ന നരകത്തിന് വേണ്ടിയാ. മനുഷ്യവർഗത്തെ ജിന്നുവർഗത്തിൽ നിന്ന് ഭൂരിഭാഗം ആളുകളെ പടച്ചതാ ആളികത്തുന്ന നരകത്തിന് വേണ്ടിയാ. അവരുടെ വിശേഷണം എന്തെന്നറിയോ? ഈ ഒരു ആയത്തിന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന്റെ അകത്തളത്ത് കൊണ്ടുപോയി വെക്കേണ്ട ആയത്താ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാ, നരകത്തിന് വേണ്ടി പടച്ചവരുടെ വിശേഷണം എന്തെന്നറിയോ? ഒന്നാമത്തെ വിശേഷണം, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ആ ഹൃദയങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യമല്ല അവർ ചിന്തിക്കുന്നതാ. ഞങ്ങൾക്കൊക്കെ ഹൃദയങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഒരു മനുഷ്യ ശരീരത്തില് ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു അവയവം അത് മനുഷ്യന്റെ ശരീരത്തിലുള്ള ഹൃദയമാ. ആദരവായ പ്രവാചകന് പറഞ്ഞുവല്ലോ, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസഘട്ടമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു. ആ മാംസഘട്ടം എങ്ങാനും നന്നായി കഴിഞ്ഞാ അവന്റെ ശരീരം മുഴുവനും നന്നാകുന്നതാ. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. ആ മാംസഘട്ടം എങ്ങാനും മോശമായി കഴിഞ്ഞാ അവന്റെ ശരീരം മുഴുവനും മോശമാകുന്നതാ. അലാ വഹിയൽ ഖൽബ്. അത് ഹൃദയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ഹൃദയം നന്മ ചിന്തിക്കാൻ വേണ്ടിയുള്ളതാണ്, നല്ല കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയുള്ളതാണ്. നരകത്തിലേക്കുള്ള വിഭാഗത്തിന്റെ ഒന്നാമത്തെ അടയാളം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ആ ഹൃദയങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യമല്ല അവർ ചിന്തിക്കുന്നതാ. എന്തൊക്കെ കാര്യങ്ങളാ ചിന്തിക്കാനുള്ളതാ? ഖുർആൻ തന്നെ നമ്മളോട് പല കാര്യങ്ങൾ ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫല്ലൻദുരിൽ ഇൻസാനു മിമ്മാ ഖുലിക. മനുഷ്യ, നീ ഒന്ന് ആലോചിക്കാത്തതെന്തടാ? നിന്നെ എന്തിൽ നിന്നാണ് പടച്ചതാ? അള്ളാന്റെ സൃഷ്ടിപ്പുകളൊന്ന് ചിന്തിച്ചിട്ടാ അള്ളാവിലേക്കൊന്ന് മടങ്ങാ. ഈ വാനലോകത്തിലേക്കൊന്ന് തല ഉയർത്തി നോക്കിയിട്ട് തൂണുകളില്ലാത്ത സ്ഥാപിച്ച വാനലോകം അള്ളാന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട് അത്ഭുതപ്പെടാ. അത്തരത്തിലുള്ള ചിന്താഗതികൾക്ക് സ്ഥാനം കൊടുക്ക. പടച്ച തമ്പുരാൻ നിനക്ക് നൽകിയ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം അത്തരത്തിലുള്ള ചിന്താഗതികൾക്ക് വേണ്ടി ചെലവഴിക്കണമാ. അതല്ലാത്ത മറ്റുള്ള ചിന്താഗതികളെ തൊട്ട് ആ ഹൃദയത്തെ നീ സംരക്ഷിക്കാൻ കഴിയണമാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് ഖുർആൻ പറയുന്നു, രണ്ടാമത്തെ അടയാളം ഏതെന്നറിയോ? വലഹും അയ്നുല്ലാ യുബ്സിറൂന ബിഹാ. അള്ളാഹു അവർക്ക് കണ്ണുകൾ നൽകിയിട്ടുണ്ട്, പക്ഷെ ആ കണ്ണുകളെ കണ്ട് കാണേണ്ട കാര്യമല്ല അവർ കാണുന്നതാ. നമ്മൾ കണ്ണുകളെ കൊണ്ട് കാണുന്നവരാ, പക്ഷേ പാഠം ഉൾക്കൊള്ളാറില്ലല്ലോ. നിങ്ങൾ ഓർക്കുന്നില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടുകളിലൊക്കെ കൊറോണ വന്ന സമയമാ, നിപ വൈറസ് വന്ന സമയമാ, ഹോക്കി വന്ന സമയമാ, സുനാമി വന്ന സമയങ്ങളാ. എത്രയോ ആളുകളാ, എന്തിനേറെ പറയണമാ, ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ശ്രവണ പടങ്ങളിലേക്ക് അടിച്ചു വീശിയ വാർത്ത എന്താ? അങ്ങകല വയനാട്ടില് രാത്രിയിൽ കടന്നുറങ്ങിയ ഒരു നാട് മുഴുവനും അള്ളാഹുവിന്റെ വെള്ളപ്പാച്ചല്ലോട്ട് അള്ളാഹു തുടച്ചു മാറ്റി എന്നുള്ളൊരു വാർത്ത. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ കേൾക്കാനിടയെങ്കിലാ, ഞാൻ നിങ്ങൾ കണ്ണുകൊണ്ട്
കണ്ടുകൊണ്ടതിന്റെ ദൃശ്യമാധ്യമങ്ങള് നമുക്ക് കാണാനിടയെങ്കിലാ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണെങ്കിലുമാ നമ്മൾ കാണുന്നവരാണ്. പക്ഷേ അവിടെ ഞങ്ങൾ പാഠം ഉൾക്കൊള്ളാറില്ല. ലഹും അയ്യുനുല്ല യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ അവർ കാണാറില്ല. കാണുന്നുണ്ട് പക്ഷേ കണ്ടിട്ട് പാഠം ഉൾക്കൊള്ളാറില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കൊറോണ വന്നപ്പോ നമ്മുടെ നിക്കാഹുകളൊക്കെ ചുരുങ്ങി. ഒരു വീട്ടിൻ്റെ ഉള്ളില്, ഞാനടക്കം എൻ്റെ മഹല്ലില് ഒരു വീട്ടിൻ്റെ ഉള്ളില് 4-5 ആള് കൂടിയിട്ട് നിക്കാഹ് ചെയ്തു കൊടുത്ത ഒരു സദസ്. ഇന്ന് ഏതെല്ല കോലത്താണ് മനുഷ്യന് കൊറോണ ആ ഒരു സമയത്ത് മറന്നുപോയി. കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട പടച്ചതമ്പുരാന്റെ പരീക്ഷണമാ. അത് കഴിയുമ്പോ മനുഷ്യന് മറന്നുപോയി. അതാണ് പറഞ്ഞത് ലഹും അയ്യുനുൽ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുകളെ കൊണ്ട് കാണുന്നുണ്ട് പക്ഷേ പാഠം അവർ ഉൾക്കൊള്ളാറില്ല. മൂന്നാമതായിട്ട് വലഹും ആദാനുല്ല യസ്മഊന ബിഹാ, അവർക്ക് ചെവികളുണ്ട്. ചെവികളെ കൊണ്ട് അവർ കേൾക്കാറില്ല. കേൾക്കേണ്ട കാര്യമല്ല നമ്മൾ കേൾക്കുന്നതാ. കേട്ടിട്ട് പാഠം ഉൾക്കൊള്ളാത്ത ജീവിതമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നയിക്കുന്നത്. അങ്ങകലെ ഫലസ്തീനിന്റെ പൊന്നുമക്കളാ, ഓരോ വെടിയുണ്ടകൾക്ക് മുമ്പില് പടഞ്ഞു വീടുന്ന വാർത്തകളാ എന്റെയും നിങ്ങളുടെ ശ്രവണ പടങ്ങളിലേക്ക് ഓരോ ദിവസം സോഷ്യൽ മീഡിയകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ഫലസ്തീനിന്റെ മക്കളാ, നിരപരാധികളായ പൊന്നുമക്കളാ, സ്വന്തം വാപ്പ നഷ്ടപ്പെട്ടു, ഉമ്മ നഷ്ടപ്പെട്ടോ, ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന വാർത്ത എന്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത്രയേറെ നിഅമത്തുകൾ നൽകിയ നമ്മളത് കേട്ടിട്ട് പാഠം ഉൾക്കൊള്ളാറില്ല. നമ്മൾ പിന്നെയും ആഡംബരത്തിന്റെ പിന്നാലെയാ, പിന്നെയും ദുനിയാവിന്റെ പിന്നെയാ, പിന്നെയും നമ്മുടെ ആഗ്രഹം ഈ ദുനിയാവാ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട് ഉലൈക കല്ലൻആം, ഈ വിഭാഗം ആളുകളാ, അവർക്ക് ഹൃദയമുണ്ട് നല്ലത് ചിന്തിക്കാറില്ല, അവർക്ക് കണ്ണുകളുണ്ട് നല്ലത് കാണാറില്ല, പാഠം ഉൾക്കൊള്ളേണ്ട കാഴ്ച അവർക്കില്ല, അവർക്ക് ചെവികളുണ്ട് പക്ഷേ കേൾക്കേണ്ട പാഠം ഉൾക്കൊള്ളേണ്ട കേൾവി അവർ കേൾക്കാറില്ല. ആ വിഭാഗം ആളുകള് കൽ അൻആം, നാൽക്കാലി മൃഗത്തെ പോലെയാ. എന്ന് മാത്രമല്ല ബൽഹും അദല്ല, നാൽക്കാലി മൃഗത്തിനെ പോലും അധപതനത്തിലെത്തിയ ആളുകളാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധന്മാരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളോട് പറഞ്ഞു തരുമ്പോ ആ നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട വിഭാഗത്തില് ഞാനും നിങ്ങളുണ്ടോ എന്ന് ഈ കസാലയിൽ ഇരുന്നിട്ടൊന്ന് ആലോചിക്കണമാ. അല്ലാഹു തആല നമ്മളെ കാത്ത് സലാമത്തിലാക്കി തരട്ടെ. പറഞ്ഞു വന്നൊരൊറ്റ കാര്യം, ദുനിയാവിൽ അല്ലാഹു തആല പല പരീക്ഷണങ്ങളെ തരും. വയനാട് ദുരന്തമാവട്ടെ, കൊറോണയാവട്ടെ, നിപ്പയാവട്ടെ, പലവിധ രോഗങ്ങളാവട്ടെ, പല പരീക്ഷണങ്ങൾ അല്ലാഹു തആല തരുമ്പോ ആ പരീക്ഷണങ്ങൾ കണ്ടിട്ട് കണ്ണടക്കല്ല ചെറുപ്പക്കാരാ, പിന്നെയും തെമ്മാടിത്തരത്തിലോട്ട് കടന്നു പോകല്ല, പിന്നെയും വേണ്ടാത്തരങ്ങളിലേക്ക് കടന്നു പോകല്ല, പിന്നെയും കഞ്ചാവിന്റെ പിന്നാലെ കടന്നു പോകല്ല. പ്രിയപ്പെട്ട പെങ്ങന്മാർ പിന്നെയും ആഭാസനങ്ങളിലേക്ക് കടന്നു പോകരുത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എത്രയോ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടാ പാഠം ഉൾക്കൊള്ളാത്തവരെ കുറിച്ചിട്ടാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലിഹിം നാറാ, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, നമ്മളെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ആളുകളാ, ധാരാളം ദൃഷ്ടാന്തങ്ങളെ കണ്ടിട്ടാ അതിന് നേരെ കണ്ണടക്കുന്ന ആളുകളാ. സൗഫ നുസ്ലിഹിം നാറാ, അവരെ പിന്നീട് നരകത്തിലേക്ക് വലിച്ചെറിയുകയാ, പിന്നീട് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാ. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. എങ്ങനെയുള്ള നരകമാണെന്നറിയോ? കുല്ലമാ നദിജത് ജുലൂദുഹും, ആ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ ആ നരകത്തിന്റെ അഗ്നി കൊണ്ടവന്റെ ശരീരത്തിലുള്ള എല്ലാ തൊലികളങ്ങ് ഉരിഞ്ഞു മാറുമ്പോ ബദ്ദൽനാഹും
ജുലൂദൻ ഗൈറഹാ. അവിടെ വീണ്ടും വീണ്ടും അവനിക്ക് അല്ലാഹു തആല ചർമ്മമിട്ട് കൊടുക്കുന്നതാ. എന്തിനാണെന്നറിയോ? ലിയദൂഖുൽ അദാബ്, ശിക്ഷയുടെ രുചി എന്താണെന്ന് അറിയാൻ വേണ്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന് ശരീരത്തിൽ വേദന അറിയണമെങ്കിൽ അവന്റെ തൊലിയിലാണ് അവന് വേദന അറിയുന്നത്. അവന്റെ തൊലിയിലൂടെയാണ് അവന് വേദന അറിയുന്നത്. ഈ തൊലി അങ്ങ് മാറ്റിയാൽ, ആ ശരീരത്തിന്റെ മാംസത്തിലേക്ക് അടിച്ചാൽ അവനിക്ക് അതിന്റെ വേദന അറിയില്ല. എന്നാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യന്റെ ശരീരത്തിന്റെ തൊലി അങ്ങുരിഞ്ഞു മാറുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, പിന്നെയും പിന്നെയും അല്ലാഹു തആല തൊലി അങ്ങിട്ട് തരുമാ, ചർമ്മം അങ്ങിട്ട് തരുമാ. എന്തിനാണെന്നറിയോ? ലിയദൂഖുൽ അദാബ്, ശിക്ഷയുടെ രുചി എന്താണെന്നറിയാൻ വേണ്ടി. ഈ ചർമ്മത്തിലാണ് ശിക്ഷയുടെ രുചി അറിയുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല അവനിക്ക് ചർമ്മമിട്ട് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട്, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ കണ്ടിട്ട് എന്റെ പ്രിയമുള്ളവരെ കണ്ണടക്കരുതേ, പാഠം ഉൾക്കൊള്ളാൻ കഴിയണമാ. നമ്മൾ ഇന്നും ദുനിയാവിന്റെ പിറകെയാണ്, ദുനിയാവിന്റെ പിറകെ പായുകയാ. ആരുടെ ഉമ്മത്താണെന്ന് ഓർക്കണേ, ആരുടെ ഉമ്മത്താണെന്ന് ഓർക്കണേ. നമ്മൾ ആരുടെ ഉമ്മത്തീങ്ങളാണ്? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ വീട്ടിലുണ്ടായിരുന്ന ഈത്തപ്പന ഓലകൾ നിന്നുണ്ടാക്കിയ ഒരു പായൽ നിന്ന് കടന്നെഴുന്നേറ്റ് പോകുമ്പോ അവിടുത്തെ റിസാലത്തിന്റെ ശരീരത്തില് ആ ഈത്തപ്പന ഓലയുടെ അടയാളങ്ങൾ കാണുമായിരുന്നെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി പോരാ. ഒരു നേതാവിന്റെ ഉമ്മത്തീങ്ങളാണ് നമ്മള്. ഒരു ദിവസം 2-3 ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ലാതെ അവസാനം പച്ച മരത്തിന്റെ പച്ചലകള് പറിച്ചിട്ട് അത് കടിച്ചിട്ട് ആട്ടുംകുട്ടികളെ പോലെ കാട്ടിച്ചെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ഒരു നേതാവിന്റെ സമുദായമാ. ഇന്ന് ആഡംബരത്തിന്റെ പിന്നാലെ, ദുനിയാവിന്റെ പിന്നാലെ പിറകെ പായുന്ന ഒരു സമുദായമായിട്ട് മാറിയിട്ടുള്ളതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നതാ, എന്റെയും നിങ്ങളുടെയും ജീവിതം നമ്മളെ നന്നാക്കിയെടുക്കണം. എല്ലാം അല്ലാഹുവിന്റെ റസൂല് കാണിച്ച ആ ഒരു സുന്ദരമായിരിക്കുന്ന ആ ഒരു ചെറിയയിലോട്ട് ജീവിതം കൊണ്ടുപോകാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? ആദ്യം നമ്മുടെ ഹൃദയം ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണം. എപ്പോഴും നമ്മളൊന്ന് ഹൃദയം ശുദ്ധീകരിച്ചെടുക്കണം എന്ന് നമ്മളൊരു കാര്യം ഓർക്കണം. ഈ ദുനിയാവിൽ എനിക്ക് കുറെ സമയമില്ല, ഈ ദുനിയാവിൽ എനിക്ക് കുറെ സമയമില്ല. എപ്പോ വേണമെങ്കിലും ഈ ദുനിയാവിൽ നിന്ന് എപ്പോ വേണമെങ്കിലും 6 അടി മണ്ണിന്റെ അകത്തളങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് വെക്കാമെന്നുള്ള ഒരു ഉത്തമ ബോധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായിരിക്കണം.